A house is a building with bricks and cement, but a home is something else. That's a space with love, care, and a character also. ആ പറയുന്ന ക്യാരക്ടർ എന്താണ്? എൻ്റെ നോട്ടത്തിൽ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ആ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവർ നമ്മളോട് പറയുന്നു. അതെങ്ങനെ ആ വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം, അത് അവരെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം എങ്ങനെ അവർക്ക് ആ വീട്ടിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ഇപ്പം നമ്മുടെ ജോൺ പി ജോൺ സാറ് ഞങ്ങളോട് പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വീട്ടിനകത്ത് നല്ല എയർ ഫ്ലോ ഉണ്ടാവണം, കാറ്റുണ്ടാവണം, വെളിച്ചം നന്നായിട്ട് അകത്ത് കയറണം, ഒരു കോർട്ട്യാർഡ് വേണം, സിമ്പിളായിട്ടുള്ളൊരു വീട് വേണം. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ അത്യാവശ്യം സംസാരിക്കുന്ന ആൾക്കാരാണ്, അപ്പം ഞങ്ങൾക്ക് ഫാമിലി ടൈം അത്യാവശ്യം കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസസ് വേണം, ഇരുന്ന് സംസാരിക്കാനുള്ള പല പല സ്പേസസ് വേണം. അങ്ങനെയുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങൾ അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്ന വീട്. ഹായ്, എൻ്റെ പേര് ജോണി. This is Seema, my better half. We have 2 children. The elder one is Kesia and the younger one is Noah. The concept of this house started, the idea basically evolved 2 years back. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇതിൻ്റെ ഡിസൈനിങ് പ്രോസസ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 2 ലെവലിലായിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവൽസ് അതേപടി കീപ്പ് ചെയ്തിട്ട് 2 ലെവലിലേക്ക് നമ്മൾ വീടിനെ മാറ്റി. അതുകൂടാതെ ഇവിടെ എങ്ങനെയാണ് കാറ്റ് പോകുന്നത് അതിനനുസരിച്ച് വീടിനെ നമ്മളൊരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് തിരിച്ചു. സണ്ണിൻ്റെ ചൂട് ഓവറായിട്ട് വീടിനകത്തേക്ക് വരാത്ത രീതിയിൽ സൺപാത്തിനെ ഫോളോ ചെയ്ത് ബിൽഡിങ്ങിനെ അലൈൻമെൻറ്റ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ചാണ്, അതുകൊണ്ടാണ് ആ ബിൽഡിങ്ങിന് ചെറിയ വന്നേക്കുന്നത്. Ajit was a unique architect, I could say, because our concept of sustainability, biophilic, Ajit has implemented it. Our land is not a square piece of land, it's a rectangular piece of land narrowing towards the end. Usually all the houses are placed straight. Our house is placed in an angular way. The reason being of the wind flow. Ajit has calculated the wind flow, the sunlight flowing into the house. Basically from the initial stage and water nammal nokki, wind flow, sunlight, ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ഡിസൈൻ ഇവോൾവ് ചെയ്തത്. ഞാൻ പറഞ്ഞു അല്ല, we had a concept of biophilic. We didn't want to go for traditional nor modern, or in between concept. അങ്ങനെ Ajit came up with a drawing. Initial drawing then we locked in. We had no problems. And then when the hydrologist came, the house, by the time he spotted the water, apparently it fell in between the bedroom and the kitchen. So Ajit evolved his design around that well. So if you can see the video, you will understand. Half the well is in the house, half the well is outside the house. And it's actually turned out to be a good spot. In the evenings, മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. Because the courtyard evolved around the well, water falls in. അങ്ങനെയാണ് courtyard evaluation. Basically, Seema had a lot of ideas in her mind. Our ideas collect ചെയ്തു. We used to have a lot of video conference calls with Ajit. ഞങ്ങളുടെ ഡിസൈൻസ് അജിത്തിന് ഷെയർ ചെയ്തു, അജിത്തിൻ്റെ ഐഡിയാസ് അജിത്ത് ഞങ്ങൾക്ക് ഷെയർ ചെയ്തു. Finally, we came to some conclusion. In the end, the result was what Seema had in mind, and we were lucky enough to get നമ്മുടെ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ carpenters around us. നമ്മൾ പറഞ്ഞ ഡിസൈൻ, they got it done. ഞങ്ങൾ തടി എങ്ങും മേടിച്ചില്ല. So we used our own teak and then we processed it. We have not wasted a single piece of wood. We made a table, we got the sofas done, we got a small 2 consoles done, and also we were lucky enough, ഞങ്ങളുടെ grandparents-ന് കുറച്ച് ഫർണിച്ചർ കിട്ടി. അപ്പം Seema had the idea of refurbishing it. So wood വളരെ കുറച്ചാണ്, കയറി വരുമ്പോൾ ഒരു വുഡൻ ഫീലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ വളരെ കുറച്ച് വുഡേ ഉള്ളൂ. Windows, everything what we have used is Algerian profiles. അതും അവരൊരു വുഡൻ ഫിനിഷ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കാണുവാണ് ഒരു വുഡൻ ടച്ച് തോന്നുന്നത്. The entire house we have thought keeping our old age in mind. In case we have to use a wheelchair, we have kept a ramp there. Come in with a wheelchair, we can't use a single door. That's the reason we have put a double door in the front. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്സ് ആണ്. ഇവിടെ ഞാൻ യൂഷ്വലി ഇരിക്കാതെ, ആരിലും ഇവിടെ വന്നിരുന്നാലും സംസാരിക്കാൻ എളുപ്പമുണ്ട്. ഇത് ഇടുന്നതിനെതിരെ ഞാൻ തന്നെയായിരുന്നു, പക്ഷെ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്നതും. പിന്നെ ഒന്ന് കോർട്ട്യാർഡാണ്. രണ്ട് പ്ലേസസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ സസ്റ്റൈനബിൾ എന്നുള്ള പ്രോസസ്സിൽ ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ചൂട് കൺട്രോൾ ചെയ്യണമെന്നൊരു വലിയ ആശയം ഞങ്ങൾ അജിത്തിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഈ ക്രോസ് വെന്റിലേഷൻ
കോൺസെപ്റ്റ് വന്നു, ജിപ്സം പ്ലാസ്റ്ററിങ്ങും സ്റ്റോൺ റൂഫ് എല്ലാം വന്നത്. ഇത് പണിത് കഴിയുമ്പോൾ ഇറ്റ് ഇസ് ദെയർ. അതിപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് താമസിക്കുന്നതുകൊണ്ട് വി ആർ അക്കംസ്റ്റഡ് ടു ഇറ്റ്. പക്ഷെ വെളിയിൽ നിന്ന് ഒരാൾ വരുമ്പം അവർ പറയുന്നുണ്ട് വെളിയിൽ നല്ല ചൂട്, പക്ഷെ ഇവിടെ അകത്ത് വരുമ്പോൾ നല്ലൊരു കൂൾ ഫീലിംഗ്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് താമസിക്കൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്ന് ഞങ്ങൾ യൂസ്ഡായി. പക്ഷെ വെളിയിൽ നിന്ന് വരുന്ന ആരാണേലും അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഒരു ഈവൻ ഒരു 5 ഡിഗ്രി കുറഞ്ഞു കിട്ടിയാൽ അത് വലിയൊരു എഫക്റ്റ് ആണ്. അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. 5 ഡിഗ്രി കുറയ്ക്കാനായിട്ട് ഞങ്ങൾ വെളിയിൽ ഡോക്ടർ ഫിക്സിഡിൻ്റെ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്, റാംകോഡ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്, മണ്ണിൻ്റെ കട്ട വെച്ചിട്ടുണ്ട്, അകത്ത് ജിപ്സത്തിന് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്, മേളിൽ സ്റ്റോൺ റൂഫ്. ടെമ്പറേച്ചർ നല്ല ഡിഫറൻസ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം. And like I told, it's a God's blessing this house was built, and we are thankful for that. Thankful for Ajit and his team. So yeah, എനിക്ക് ഇവരോടെല്ലാം താങ്ക് യു പറയാനുള്ളത്. And of course thanks to my parents, Seema's parents and my parents for standing by me, and thank you once again to the Lord. Thank you. തൊട്ടും അവർ പറഞ്ഞ പോലെ അവർക്ക് ഈ വീട്ടിലിരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളൊന്നാണ് അകത്ത് കണ്ട ഒരു സ്പേസ്, ആ ഒരു ലെവൽ ഡൗൺ സ്പേസ്. അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്പേസാണിത്. നമ്മുടെ കോട്ടയാടാണ്. അപ്പം ഒരു പ്രത്യേക സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഈവനിങ്ങിൽ ഒരു ഗ്ലാസ് കോഫിയൊക്കെ ആയിട്ട് ചെറിയ മഴയൊക്കെ ഉള്ളപ്പോൾ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ.